ചിപ്പിക്കുള്ളിലെ മുത്തുപോലെയാണ് സ്നേഹം. അത് കണ്ടെത്താൻ പ്രയാസവും കിട്ടിയാൽ അമൂല്യവുമായിരിക്കും. ഫോക്കസിന്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എഡ്യൂക്കേഷൻ പ്ലസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എഡ്യൂക്കേഷൻ പ്ലസിലുള്ളത് അഥീന എഡ്യൂക്കേഷൻസിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ മിസ്റ്റർ VNP രാജ് സറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. എബിലിറ്റി ടു ഹോൾഡ് അവർ ഡ്രീംസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾക്കുള്ള ഒരു ഡ്രീമിന് അച്ചീവ് ചെയ്യാനായിട്ട് അത് ഹോൾഡ് ചെയ്യാൻ എത്ര ഡിഫിക്കൽട്ട് സാഹചര്യങ്ങൾ വന്നാലും ആ ഡ്രീമിൽ ഉറച്ചു നിൽക്കാനായിട്ട് ഇന്നത്തെ സാഹചര്യങ്ങളിൽ പലർക്കും സാധിക്കാറില്ല. എങ്ങനെയാണ് ഈ ഒരു ചലഞ്ചിനെ ഫേസ് ചെയ്യാനായിട്ട്, ആ ഡ്രീമിനെ ഹോൾഡ് ചെയ്യാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കുന്നത്? ഈ എബിലിറ്റി ടു ഹോൾഡ് എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് എബിലിറ്റി ടു ഹോൾഡ് അവർ ഡ്രീമാണ്. എത്രത്തോളം നമുക്ക് നമ്മുടെ ഡ്രീംസിനെ നമ്മളുടെ ഹൃദയത്തിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഈ ഡ്രീംസ് വരുന്നത് ഒരുപക്ഷെ ഈ തലച്ചോറിൽ നിന്നായിരിക്കും. നമ്മൾ കണ്ടതും നമ്മൾ കേട്ടതും ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നിൽ നിന്നായിരിക്കും. കണ്ടതും കേട്ടതും സ്പർശിച്ചതും മണത്തതും രുചിച്ചതും ഇതിൽ നിന്നെല്ലാം തന്നെയാണ് ഒരു സ്വപ്നം, ഒരു വിചാരമുണ്ടായി ഒരു സ്വപ്നമായി മാറുന്നത്. പക്ഷെ ഒരിക്കൽ സ്വപ്നം വന്നു കഴിഞ്ഞാൽ അത് സ്ഥിരമായി നമ്മളിൽ നിൽക്കണമെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിനൊരു റോളുണ്ട്. അത് ഹൃദയത്തിലുണ്ടാകണം. ഹൃദയത്തിലില്ലാത്തത് പുറത്തേക്ക് വരില്ല. സ്നേഹം ഹൃദയത്തിലുണ്ടാകണം, സ്വപ്നവും ഹൃദയത്തിലുണ്ടാകണം. അപ്പോൾ സ്വപ്നത്തെ എങ്ങനെ ഹൃദയത്തിൽ നിർത്താൻ പറ്റും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഹൃദയത്തിൽ നിന്നും സ്വപ്നങ്ങൾ പോകുന്നു? അതൊരു വലിയ ആഗോളതല പ്രശ്നമാണ്. സ്വപ്നങ്ങൾ ഹൃദയത്തിൽ നിൽക്കാത്തത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. വളരെ ക്ലിയറായിട്ട് പറഞ്ഞാൽ, ഒന്ന്, ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് പൈസ ആര് തരും? രണ്ട്, പൈസ ഉണ്ടെന്ന് വെച്ചാൽ പോലും ഈ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ അതിൻ്റെ വരവ് ചെലവ് സംബന്ധമായി പ്രവർത്തിച്ചില്ലെങ്കിൽ ചിലപ്പോൾ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും, പക്ഷേ ചെലവ് വന്നിട്ട് വരവിനെ ഇല്ലാതാക്കും. നമുക്ക് ഷാജഹാൻ ചക്രവർത്തി താജ്മഹൽ കെട്ടിയത് മാതിരി പോകരുത്. താജ്മഹൽ ലോകത്തിലൊരു അത്ഭുതമായി മാറിയെങ്കിലും ഒരു സാമ്രാജ്യത്തിൻ്റെ ഒരുപാട് സമ്പത്ത് അതിനകത്തുകൊണ്ടിട്ടു. പിന്നെ അതിൽ നിന്നൊന്നും കിട്ടാനില്ലാതായി. ഒരു സ്ത്രീയോടുള്ള സ്നേഹം, ഭാര്യയോടുള്ള സ്നേഹം കോടിക്കണക്കിന് രൂപകൾ ചിലവാക്കി. അവസാനം അതിൽ നിന്നും ആ ഒരു മുഗൾ ശക്തി ക്ഷയിക്കുന്നതിൽ ഒരു കാര്യം അതുതന്നെയായിരുന്നു. അപ്പോൾ സ്വപ്നം എന്തോ ആയിക്കോട്ടെ, അത് സാമ്പത്തികമായി വർക്ക് ചെയ്യുമോ ഇല്ലയോ നോക്കണം. ഫസ്റ്റ് അതിന് പൈസ കണ്ടെത്തണം. പൈസ ഇടുന്ന ആൾക്കാരൊന്നും സ്വപ്നം അന്വേഷിച്ച് വരുന്നവരല്ല. അവരുടെ സ്വപ്നം, അവരുടെ പൈസ വളരണം, ലാഭം ഉണ്ടാകണം. അപ്പോൾ അവരുടെ ലാഭം എന്താണെന്ന് മനസ്സിലാക്കി ലാഭേച്ഛിതമായിട്ട് ഈ സ്വപ്നം മാറ്റിയില്ലെങ്കിൽ അവരെ പൈസയും പോകും, സ്വപ്നവും പോകും. അപ്പോൾ എബിലിറ്റി ടു ഹോൾഡ് ഇൻ ദ ഹാർട്ട് എന്ന് പറയുമ്പോൾ ആദ്യം ഇതിൻ്റെ സാമ്പത്തിക വശങ്ങൾ കൃത്യമായി അറിയണം. ഇല്ലെങ്കിൽ സ്വപ്നം സാക്ഷാത്കരിക്കത്തില്ല. ഏത് കേരളത്തിലെ വലിയ ബിസിനസ്സുകാരെ എടുത്താലും മനസ്സിലാവും, അവരെല്ലാം സ്വപ്നം സാമ്പത്തികമായി അഭിമുഖീകരിച്ചു. പിന്നെ രണ്ടാമത്, ഏത് സ്വപ്നവും തകരുന്നത് കാലാനുസരണമായ മാറ്റങ്ങൾ വന്നില്ലെങ്കിലാണ്. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം, എൻവയോൺമെൻറ്റ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം, ഏത് സമയത്തും ഏത് സക്സസ്ഫുൾ ഡ്രീമും തകിടം മറിയാം, ഇല്ലാണ്ടായിപ്പോവും. പല വലിയ വലിയ മൊബൈൽ കമ്പനികളും TV കമ്പനികളും ഒന്നും കേൾക്കാൻ പോലുമില്ല. പുതിയ ആൾക്കാർ വന്നു. അപ്പോൾ അതുകൊണ്ട്
ഏത് സ്വപ്നത്തിലും നിലനിൽക്കണമെങ്കിൽ കാലാനുസരണമായിട്ടുള്ള ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റ്സ് വന്നേ പറ്റൂ. ആൻഡ് എൻവയോൺമെൻറ്റൽ അഡാപ്ഷൻസ്. ഇത് രണ്ടും കൊണ്ടുവരാൻ ഈ സ്വപ്നത്തിൻ്റെ ആളിന് കഴിഞ്ഞില്ലെങ്കിൽ എഗെയിൻ പ്രശ്നം വരും. ഇനി മൂന്നാമതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് പോകുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ബുദ്ധിമുട്ടുകൾ, പൈസയുടെ ബുദ്ധിമുട്ടും ടെക്നോളജി ബുദ്ധിമുട്ടിനപ്പുറം ഇതിനെ ഒന്ന് സാക്ഷാത്കരിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടാണ് ഇത് മനസ്സിലാക്കുന്ന കുറേ ആൾക്കാരുണ്ടാവില്ല. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒരു സ്വപ്നവും സാക്ഷാത്കരിക്കാൻ പറ്റില്ല. അപ്പം ഇതിൻ്റെ ഉള്ള ഓർഗനൈസേഷണൽ ഡിഫിക്കൽട്ടീസ്, ഹ്യൂമൻ ചലഞ്ചസ്, ഇതെല്ലാം തന്നെ ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. അല്ലാണ്ട് ചുമ്മാ ഒരു സ്വപ്നം പിടിച്ചിരിക്കല്ലേ, അത് ദിവാസ്വപ്നമായി മാറും. ഉൾക്കൊണ്ട സ്വപ്നത്തിൽ വിശ്വസിച്ച്, വിശ്വാസം മണക്കണം, രുചിക്കണം, സ്പർശിക്കണം. തന്നെത്താൻ വിചാരിക്കണം, ഞാൻ എൻ്റെ സ്വപ്നം ഞാൻ തന്നെയായി മാറിയെന്ന് വിചാരിക്കണം. ചിലപ്പം സ്വപ്നത്തിലെ ചക്രവർത്തിയാകണം. ഏത് പ്രശ്നം വന്നാലും എന്തു വന്നാലും സ്വപ്നം എന്നിൽ നിന്ന് പോകില്ല. എനിക്കൊരു പരിഹാരമാർഗമുണ്ട്. ആ പരിഹാരമാർഗം ഈ പ്രശ്നത്തിലുണ്ട്. ആ പ്രശ്നത്തിൽ നിന്ന് തന്നെ ഞാൻ അതിനെ പരിഹരിക്കും. എന്തു മാറ്റത്തിനും ഞാൻ തയ്യാറാകും, സ്വപ്നം വിടില്ല എന്നുള്ള വിശ്വാസം. അത് ഈശ്വര വിശ്വാസമാകാം, സ്വപ്നത്തിലുള്ള വിശ്വാസമാകാം, അല്ലെങ്കിൽ യേശുദേവൻ പറയുന്ന മാതിരി ഒരു കടുകുമണിയുടെ അത്ര ഉള്ളൊരു വിശ്വാസമാകാം, അല്ലാഹുവിലുള്ള വിശ്വാസമാകാം, ദൈവത്തിലുള്ള വിശ്വാസമാകാം. വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഹൃദയത്തിൽ ഒന്നിനും സ്ഥാനമില്ല. അപ്പോൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടുകളിൽ നിൽക്കുന്നതാണ് വിശ്വാസം, ദ ബിലീഫ്. അതിൽ നിൽക്കുന്നതാണ് സ്നേഹം. ഏതിനോടുള്ള സ്നേഹം? വിശ്വാസത്തിനോടുള്ള സ്നേഹം. ഇതിനെ ഞാൻ വെറുക്കില്ല എന്നുള്ളത്. പിന്നെ വരുന്നതാണ് സാമ്പത്തിക, സാങ്കേതിക, മാനുഷിക വിഭവ ശേഷികളെ കൊണ്ടുവന്ന് കൈപ്പിടി മുതലായി കയ്യിലൊതുക്കി നിർത്താനുള്ളത്. അതിനേറ്റവും വലിയൊരു ഉദാഹരണം ഈ ദുബായും UAE-യുമാണ്. മഴയില്ല, വെയിൽ മാത്രം, മരങ്ങളില്ല, നദികളില്ല, മരച്ചുവടുകളില്ല, ഒന്നുമില്ലാത്തൊരു രാജ്യം ലോകത്തിലെ എണ്ണപ്പെട്ട സിറ്റിയും രാജ്യവുമായി മാറിയത് വെറും മണ്ണിനടിയിൽ എണ്ണ ഉണ്ടായതുകൊണ്ട് മാത്രമല്ല. ആ ഒരു സ്വപ്നം, ആ സ്വപ്നത്തിലുള്ള വിശ്വാസം കൊണ്ട് കര കടലായി, കടൽ കരയായി, ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായി എല്ലാം ഉണ്ടാക്കിയത് ലോകത്തിൻ്റെ ഒരു മുതൽക്കൂട്ടും ലോകത്തിനൊരു മാതൃകയുമാണ് ഈ രാജ്യം. ഇത്രയുമൊക്കെ ചെയ്യാം. നമ്മളുടെ കൊച്ചു കേരളത്തിന് എല്ലാമുണ്ട്. നമ്മളിൽ ആ വിശ്വാസം ഉണ്ടായാൽ, ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനായാൽ, മറ്റെല്ലാ പ്രതിബന്ധങ്ങളെയും നമ്മൾ തരണം ചെയ്യാനിടയായാൽ, അടിസ്ഥാന മൂല്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നാൽ ഒരുപക്ഷെ കേരളത്തിലെ ജനത തന്നെ ഒരു സ്വപ്നലോകമായി മാറും. ഇന്നത്തെ എഡ്യൂക്കേഷൻ പ്ലസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു. Hello and welcome to another segment of Aras Medical Devices Exclusive. In today's segment, we are going to learn more about the difference between multi-stage and single-stage regulators. Good evening. My name is K.C. Babu from Aras Medical. We are talking about the different type of cylinders, different type of regulators, different type of connections. The reason one is that because now the coronavirus is actually affecting all over the world, but certain countries are actually getting a donation from the different countries. But from the different countries, there are different standards they are using for the oxygen cylinders and everything. Therefore, you are getting a different color of cylinders. Also, the same thing, you are getting a different connections. You are getting it, but there are certain standards are not matching with each other. Therefore, in a British standard is giving a one color, American standard is giving another color, ISO like European standard is giving another color. Therefore, in many countries, in Asian countries, they are using many type of color is using. Therefore, there is a confusion between the which gas, which cylinder, which color we have to use it. That's why I'm trying to tell
what is the big difference in the each and every connections. Color code are very important. One is the oxygen, which are talking about one is a single stage regulator, which is we can see from here there is a single stage regulator which is connected to the cylinder, and also it is a pin index. The difference between the pin index is that you can connect only that particular regulator. Also you can connect the gas connection, only that particular gas. So if it is oxygen, you can connect that only that oxygen with the pin index. Then we are talking about the regulation. Single stage regulator is already preset for oxygen use for a 4 bar, less than 4 bar. Pressure is like very constant. Then you are using a flow rate, which is using a flow regulating valve with the flow meters. That flow meter itself is giving a 15 liter or whatever the liter we require, that you need to use a different type of flow meters, because you cannot use a 15 liter of flow meter to the same patient. If you need a 80 liter, you need to have the 100 liter capacity flow meter you have to use. That's why whenever you are using the regulator should be capable enough to give the flow of 100 liter or 80 liter, whatever it is. That's why we have to be very precise. We have to be careful with that. Whatever the regulator we are doing, it should be calibrated according to the standards and the requirement of the physician to the patient. Therefore, that is the difference between the single stage regulator. When you talk about the multi-stage regulator, what we are seeing here, it is a multi-stage regulator. One advantage is that you can have a oxygen content inside the cylinder itself, that is delivering the oxygen to the patient. When you are giving a 1 liter, 2 liter, 3 liter, the reduction will be there inside the cylinder, but you get the indication that this much is the oxygen is there available inside the cylinder, as well as you get the flow. When it is the flow is going to the patient need if it is 100 liter, if you are talking about a 2004 liter or 1000 liter or 6900 liter, every time whenever you are using, the reduction will be there inside the cylinder. You can see, you can watch through this regulators. Multi-stage regulator will give you the content of the level inside the cylinder, as well as the single stage regulator. The multi-stage regulator can give the second gauge will give you the what is the delivery of the patient. That's it. Also you get when you look at the flow meter, you get a flow meter at what pressure, at what per minute, how much is you are using, consumption you are using. Therefore, that is the multi-stage regulator, importance of the multi-stage regulator. This all giving the only thing is that we have to use the proper regulator, which is given by the quality controller. Also that this will be important that all this pharmacists to be, also the nurses to be checked, the quality control to be checked, that what type of regulator we are providing and whether this can be used for this patient or not. If it is 100 liter, definitely you need to change the regulator or the flow, as well as the gauges, to be checked every time. Mainly that we have to use a calibration, that's very important. Also the connection also to be very important. Either it should be a pin index regulator. If you are providing a bull nose, make sure that its connection is for the oxygen only. And also we have to make sure the patient, before connecting the patient, make sure what gas you are supplying. That's very important, because when you look at the color code, you will find out what exactly what is the cylinder is used for. Okay, thank you very much for the time, and please look into that very carefully and do the necessary arrangements with the gas suppliers. Thank you very much. That brings us to the end of this segment of Aras Medical Devices Exclusive. Until we meet next time, this is your host Ansi Harshal signing off. Take care. Bye-bye. ഹെൽത്തി വിങ്സിൻ്റെ ഈ എപ്പിസോഡിൽ അതിഥിയായിട്ടെത്തുന്നത് ഡോക്ടർ സോജൻ സ്പേസ്കറിയ. പാമ്പ് വിഷബാധ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. ഇതിനെ സംബന്ധിച്ച് ഒത്തിരി മിഥ്യാധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒത്തിരി പേരെല്ലാം നല്ല ചികിത്സ കിട്ടി രക്ഷപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോഴും കൃത്യമായ വിവരങ്ങളില്ലാത്തതുകൊണ്ട്
വളരെയധികം പ്രയാസങ്ങൾ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇതേ സംബന്ധിച്ചുള്ള മിഥ്യാധാരണകളെല്ലാം മാറ്റുന്നതിനുമായിട്ട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇന്ത്യയിൽ ഏകദേശം 130 മേലെ കോടി ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ എപ്പോൾ വേണമെങ്കിലും ഒരു പാമ്പ് കടിക്ക് വിധേയനാകാൻ സാധ്യതയുള്ളവരാണ്. ചിലപ്പോൾ ബോംബെ, ഡൽഹി, കൽക്കട്ട പോലെയുള്ള വൻ നഗരങ്ങളിൽ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ സാധ്യത കുറച്ച് കുറവുണ്ട്. അവിടെ പോലും പാമ്പ് കടി ഒരു റിസ്ക്കാണ്. അതായത് ഇന്ത്യക്കാരായ നമ്മളെല്ലാവരും തന്നെ ഒരു പാമ്പ് കടിക്ക് റിസ്ക് ഉള്ളവരാണ്. ഇന്ത്യയിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം 2 ലക്ഷം പാമ്പ് കടിയാണ് ഒരു വർഷം ഉണ്ടാകുന്നത്. അതൊരു വലിയ കണക്കാണ്. അതിൽ തന്നെ 50,000 ആൾക്കാർ ഒരു വർഷം പാമ്പ് കടിയേറ്റ് മരിക്കുന്നുണ്ട്. ഇത് പലതും നമുക്ക് ഒഴിവാക്കാമായിരുന്നു. പാമ്പുകളെ പറ്റി പൊതുവെ പറയുമ്പോൾ ഇന്ത്യയിലെ കാര്യം നോക്കുമ്പോൾ ഇവിടെ ഏകദേശം 250 തരം പാമ്പുകളുണ്ട്. കൃത്യമായ കണക്കല്ല. അതിൽ തന്നെ 50ഓളം പാമ്പുകൾ വിഷമുള്ളവയാണ്. ബാക്കിയുള്ളവയ്ക്ക് വിഷമില്ല. ഇതിൽ നിന്നും 4 പ്രധാനപ്പെട്ട പാമ്പുകളുണ്ട്. ഈ 4 പ്രധാനപ്പെട്ട പാമ്പുകൾക്കുള്ള പ്രതിവർഷം മാത്രമേ ഇന്ത്യയിൽ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. ഈ 4 പ്രധാനപ്പെട്ട പാമ്പുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്കറിയാവുന്ന പോലെ മൂർഖൻ, അണിൽ വിഭാഗത്തിൽപ്പെട്ട 2 പാമ്പുകൾ, ഒന്ന് റസൽ വൈപ്പർ, ഒന്ന് സോ ടൂത്ത് വൈപ്പർ എന്ന് പറയും. അങ്ങനെ ഒരു വൈപ്പർ, 2 വൈപ്പർ വിഭാഗത്തിൽപ്പെട്ട അണിൽ വിഭാഗത്തിൽപ്പെട്ട 2 പാമ്പ്, പിന്നെ നമ്മൾ സാധാരണ കാണുന്ന വളകൊഴുപ്പിന് നമ്മൾ പറയുന്ന ക്രേറ്റ്. അത് കടിച്ച പാടിന് പലപ്പോഴും ആ പാട് തന്നെ വളരെ ചെറിയൊരു പാമ്പാണ്. പക്ഷേ ഏറ്റവും ശക്തിയായ വിഷം ക്രേറ്റിനാണുള്ളത്. ആ കടിച്ച പാട് തന്നെ നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ വിഷം ഉള്ളിൽ നല്ല ശക്തിയിൽ കയറും. ആശുപത്രിയിൽ എത്തി രക്തം ടെസ്റ്റ് ചെയ്ത് മറ്റു കാര്യങ്ങൾ നോക്കി ചികിത്സ കൊടുത്തിട്ടില്ലെങ്കിൽ പലപ്പോഴും അപകടം ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ നാട്ടിലെ കടിയുടെ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലവും നമ്മൾ പഠിച്ചതിന് ശേഷം 4 പാമ്പുകൾക്കെതിരായിട്ടുള്ള പ്രതിവർഷം മാത്രമേ നമ്മുടെ നാട്ടിൽ ഉള്ളൂ. ഈ 4 പ്രതിവർഷവും ഒരുമിച്ച് പോളിവാലൻ്റായിട്ട് ഉള്ള പ്രതിവർഷമാണ് ഇന്ത്യയിൽ കിട്ടുന്നത്. അല്ലാതെ സെപ്പറേറ്റ് ഓരോ പാമ്പിനും വേണ്ടി വേറെ വേറെ പ്രതിവർഷങ്ങൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഒരാളെ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ എന്താണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്? ആ ആളെ നമ്മൾ സമാധാനമായിട്ട് ഒന്ന് കിടത്തുക, അയാൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുക, എന്തെങ്കിലും ചെയ്ത് ശാന്തനാക്കുക. പണ്ടൊക്കെ നമ്മൾ ഈ മുറിപാടിന് മുകളിൽ കെട്ടിവെച്ച് ടൂർണിക്ക എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യുമായിരുന്നു. അതായത് രക്തഓട്ടം ഈ പാമ്പ് വിഷം ശരീരത്തിൽ പടരുന്നത് തടയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നമുക്കറിയാം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കാര്യമായ പ്രയോജനമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ കാലൊടിഞ്ഞാൽ നമ്മൾ ഒരു കമ്പോ പലകയൊക്കെ വെച്ച് കെട്ടി അനക്കാതെ വെക്കുന്ന പോലെ അനക്കാതെ വെക്കുകയല്ലാതെ ഒരു ടൂർണിക കൊണ്ട് കെട്ടി പാമ്പ് വിഷം തടയാൻ ശ്രമിക്കുന്നത് ശരിയായ നടപടിയല്ല. അതിന് ഒരു ശാസ്ത്രീയ അടിസ്ഥാനമില്ല. ആ കടിച്ച കാലോ കയ്യോ അത് അനക്കാതെ ഇരിക്കത്തക്കവണ്ണം നമുക്ക് ഒന്ന് ടൂർണിക്ക ഒരു സ്പ്ലിൻറ്റ് വെച്ച് കെട്ടി എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ മൂർഖമാമ്പ കടിച്ചെങ്കിൽ ചിലപ്പം ശ്വാസം പെട്ടെന്ന് നിന്ന് പോയെന്നിരിക്കാം. ഈ പേഷ്യൻറ്റിന് നമ്മൾ വെന്റിലേറ്ററി സപ്പോർട്ട് എന്ന് പറയും. പുറത്തുനിന്നോ അല്ലെ ഇൻറ്റിബേറ്റ് ചെയ്തോ നമ്മൾ വെന്റിലേറ്ററി സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ജീവൻ രക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ വിഷകാരികളെന്നോ പ്രകൃതി ചികിത്സയെന്നോ ഒന്നും പറഞ്ഞ് പാമ്പാണ് കടിച്ചതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരേ ഒരു സ്ഥലം കൃത്യമായ ചികിത്സ കിട്ടുന്നത് ആശുപത്രിയിൽ തന്നെയാണ്. ബാക്കിക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. ബാക്കിയെല്ലാം തീർച്ചയായിട്ടും ഒരു വലിയ റിസ്ക് തന്നെയാണ്. അങ്ങനെയാണ് പലപ്പോഴും അപകടം ഉണ്ടാകുന്നത്. മാത്രമല്ല ആശുപത്രിയിൽ എത്താൻ താമസിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അണലി കടിച്ചൊരു ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ താമസം വരികയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താ? ആ അണലിയുടെ വിഷം ശരീരത്തെ മുഴുവൻ പടർന്ന് വൃക്ക ഫെയിലിയർ ഉണ്ടായി, പിന്നെ രക്തക്കുഴലുകൾക്കും മസിലുകൾക്കും ഡാമേജ് ഉണ്ടായി, ജീവന് പോലും അപകടമാകുന്നു. മൂർഖനോ ക്രേറ്റോ വളവെഴുപ്പനോ ആണ് കടിച്ചതെങ്കിൽ ഞരമ്പുകൾ തളർന്ന് ശ്വാസം വലിക്കാൻ മേലാതെ അറസ്റ്റ് ഉണ്ടായി, അങ്ങനെയും സംഭവിക്കാം. അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരാളെ പാമ്പ് കടിച്ചാൽ എത്രയും പെട്ടെന്ന് ആ പുള്ളിയുടെ ആ മുറിപാട് നന്നായിട്ട് വെറും വെള്ളം കൊണ്ട് കഴുകുക. അവിടെ മുറിക്കുകയോ രക്തം വലിച്ചെടുക്കുകയോ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ല. നന്നായിട്ട് മുറിവ് കഴുകുക. ആ കാല് പറ്റുമെങ്കിൽ അല്ല കൈ ഒന്ന് വെച്ച് കെട്ടി, ഒരിക്കലും രക്തം ഒഴുകാത്ത പോലെ പണ്ടത്തെ പോലെയുള്ള കെട്ടുകളൊന്നും ആവശ്യമില്ല.
നമ്മൾ കാലൊടിയുമ്പോൾ ചെയ്യുന്ന പോലെ സ്പ്ലിൻറ്റ് വെച്ച് കെട്ടി എത്രയും പെട്ടെന്ന് അടുത്ത വിഷചികിത്സ ഉള്ള ആശുപത്രി കൊണ്ടുപോയി. ഫോക്കസ് ഹെൽത്തി ലിവിങ്സിന്റെ എല്ലാ എപ്പിസോഡുകളും ഏഷ്യാനെറ്റ് പ്ലസ് ഫോക്കസ് എന്ന യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഹെൽത്തി ലിവിങ്സിന്റെ മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു വിഷയമായിട്ട് എത്താം. എക്സും വരേക്കും എക്സ് മീ സൈനിങ് ഓഫ് ആർജി ജോബി. ഫോക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. ഫോക്കസിന്റെ നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ രശ്മി ഗോപകുമാർ സൈനിങ് ഓഫ്. Focus. Presented by Gulf Brothers Hair Fixing. Wipe your baldness forever. and powered by Chembaga Group of Institution and Vivekananda Memorial Public School. Aris Group, Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. co-powered by Aris Group in association with Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise.